കൊല്ലം എറണാകുളം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനിന് ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള സ്ഥിരം യാത്രക്കാരുടെ ആവശ്യപ്രകാരമാണ് മെമുവിന് പുതുതായി സ്റ്റോപ്പ് അനുവദിച്ചതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു. കൊല്ലം എറണാകുളം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനിന് ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള സ്ഥിരം യാത്രക്കാരുടെ ആവശ്യപ്രകാരമാണ് മെമുവിന് പുതിയതായി സ്റ്റോപ്പ് അനുവദിപ്പിച്ചതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. മാവേലിക്കര പൂർത്തിയാക്കി, തകഴി പൂർത്തിയാക്കി, ലെവൽ ക്രോസിൽ മൈനാഗപ്പള്ളിയിൽ പൂർത്തിയാക്കി, ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഇനി അടുത്ത് ചെറിയനാട് ഉൾപ്പെടെയുള്ള 6-7 സ്റ്റേഷനുകൾക്കുള്ള ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. ആ ടെൻഡർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ റീടാറിങ് നടക്കും. അതുപോലെ ഈ മരങ്ങൾ വെട്ടുന്നതും കാട് വെട്ടി തെളിക്കുന്നതും എല്ലാം അതിനും റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വെട്ടാൻ പറ്റില്ല. അതിന് ടെൻഡർ നടപടികൾ ഉണ്ട്. ആ നടപടികളിലൂടെ ഒരു ഏജൻസി കൊടുത്ത് അവർ അങ്ങനെ വരിക. അത് മാവേലിക്കരയിൽ കാടുകളെല്ലാം വെട്ടിത്തെളിച്ചു. ഇപ്പോൾ വെട്ടിത്തെളിച്ചാലും 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഈ പുല്ലുകൾ വളരും. അത് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുല്ലുകൾ വളരും, മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിയാൽ വീണ്ടും ശിഖരങ്ങൾ വരും. അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് റെയിൽവേ സംബന്ധിച്ചിടത്തോളം 6 മാസം മുമ്പ് വെട്ടിയതാണ്. ഇനി വീണ്ടും 6 മാസം വെട്ടാൻ പറയുമ്പോഴേ അവർക്ക് പിന്നെ പറയുമ്പോൾ വെട്ടാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഫയൽ നീങ്ങണം, ടെൻഡർ നടപടികൾ വേണം, അതിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യണം, ഏജൻസി വരണം. അങ്ങനെയുള്ള കാര്യങ്ങൾ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ആ നടപടികൾ ഇത് രണ്ടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടിനും വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിപ്പോൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ആദ്യം റോഡ് പണി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അടിക്കാടുകളെല്ലാം വെട്ടി നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞ് സ്വാഭാവികമായി ഇലക്ട്രിക്കൽ വിങ്ങാണ് ചെയ്യേണ്ടത്. അത് അവർ ശ്രദ്ധപ്പെടുത്തുന്നതാണ്. ഇവിടെ ഇതിന് മുന്നിലൊരു ഹൈമാസ്റ്റ് ലൈറ്റ് വെക്കണം എന്നവരോട് പറഞ്ഞിട്ടുണ്ട്. അതും ഇലക്ട്രിക്കൽക്കാർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം നേരത്തെ രാവിലത്തെ സർവീസിനിടെ ലോക്കോ പൈലറ്റിനുണ്ടായ മാനുഷിക പിഴവ് മൂലം എറണാകുളത്തേക്കുള്ള ട്രിപ്പിൽ ഹോൾട്ട് സ്റ്റേഷനായ ചെറിയനാട് പ്രത്യേക സിഗ്നൽ സംവിധാനമില്ലാത്തതിനാൽ ട്രെയിൻ നിർത്താതെ കടന്നുപോയിരുന്നു. പിന്നീട് തെറ്റ് മനസ്സിലാക്കിയ റെയിൽവേ തിരിച്ചുള്ള ട്രിപ്പിൽ ചെറിയനാട് നിർത്തുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ കൃത്യമായി രാവിലെയും വൈകുന്നേരവും ട്രെയിൻ ചെറിയനാട് സ്റ്റേഷനിൽ നിർത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. ഡിവിഷണൽ മാനേജർ കൊടിക്കുന്നിൽ സുരേഷ് എം പിയെ ഇക്കാര്യം ഫോണിൽ വിളിച്ച് ഉറപ്പ് നൽകുകയും ചെയ്തു. എറണാകുളത്തു നിന്നും തിരിച്ച് കൊല്ലത്തേക്കുള്ള സർവീസിൽ ചെറിയനാട് സ്റ്റേഷനിൽ നിർത്തിയ ട്രെയിനിന് കോൺഗ്രസ് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും യാത്രക്കാരുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. സി ഡി നെറ്റ് ന്യൂസ്.